ഇത് എൻ്റെ ഉപ്പ, പേര് ചെയ്യുന്നു. ഇതെൻ്റെ ഉമ്മ, പേര് ഖദീജ. ഞങ്ങൾ 4 മക്കളുടെ മാതാവ്. ആ 4 മക്കളിൽ ഏറ്റവും ഇളയ മകനാണ് ഞാൻ. പിന്നെ ഇവരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചിരുന്ന ഒരു മകനായിരുന്നു ഞാൻ. പാട്ട് തന്നെ ഇപ്പം മുമ്പ് ദബ്ബിൽ പാടി നടന്നത് ആ പാട്ടാണ് മനസ്സിൻ്റെ മണിയറ. അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞാൻ ഗൾഫിലുണ്ടായിരുന്ന കാലത്ത് ഇപ്പം ദർസി പഠിക്കാൻ പോയിരുന്ന ഞാൻ വന്നതിന് ശേഷം പിന്നെ അത് നിർത്തി. പിന്നെ വർഷാപ്പിൽ ഉണ്ടാക്കി, അത് നിർത്തി. പിന്നെ 12 മണിക്ക് പോയി, അത് നിർത്തി. ഇപ്പോൾ ഈ ലൈഫിലാണ്ട് പോയി. അപ്പോൾ അവൻ്റെ ഇഷ്ടമായിക്കോട്ടെ എന്നൊക്കെ നമ്മൾക്ക് വലിയ താല്പര്യപ്പെട്ട് ആദ്യം കുറച്ച് എതിർപ്പായിരുന്നു ഞാൻ. കാരണം കല്യാണം കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ വേറെ ഔട്ട്ലൈൻ വെച്ചാൽ മറ്റുള്ള രീതിയിലല്ല, എൻ്റെ ഇഷ്ടത്തിന് നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ 2 കുട്ടികളുള്ള ആൾക്ക് നടക്കുമ്പോൾ ശരിയല്ലോ. അപ്പോൾ ഞാൻ എതിർത്ത് ഞാൻ തലം ചെയ്യുന്നുണ്ട്. കഥകളെടുത്തിട്ട് ഞാൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തിയപ്പോൾ എനിക്കൊരു സന്തോഷമുള്ളൂ. ഞാൻ ശേഖരിക്കുന്നുണ്ട്. മറ്റേക്ക് ഒരാൾ കുടുംബത്തിൽ വരുമ്പോൾ തന്നെ ദേഷ്യമായിരുന്നു. ഇതെൻ്റെ സുഹൃത്ത് ബഷീർ മാരാമുറ്റം. ഇദ്ദേഹമാണ് അന്ന് സെയ്ദക്കയോട് എനിക്ക് വേണ്ടി ഒരു രാത്രിയിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്ന ആൾക്കാരാണ് ഞാൻ സലീമൊക്കെ. കഷ്ടപ്പാടിൻ്റെയും വേദനയുടെയും ഒക്കെ നടുവിൽ കിടന്നുകൊണ്ട് ഞങ്ങളിങ്ങനെ പല കാര്യങ്ങളും ഓർക്കുമായിരുന്നു. അന്നെല്ലാം സലീമ പറയും, എനിക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തണം, രക്ഷപ്പെടണം. ഇത്രയൊന്നും കാലം ഇദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ കേട്ട് സ്വീകരിച്ച നിങ്ങൾ ഇനിയും ഇദ്ദേഹത്തിൻ്റെ നല്ല പാട്ടുകൾ അംഗീകരിക്കണം, ഇദ്ദേഹത്തിനെ നല്ല ഉയരങ്ങളിൽ എത്തിക്കണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എന്താണെന്നും ഞാൻ ആരായിരുന്നുവെന്നും എൻ്റെ ഉമ്മയിലൂടെ തന്നെ നിങ്ങൾ അറിഞ്ഞു. കാരണം എൻ്റെ ഉമ്മയുടെ സങ്കടങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. അത്രക്കും കഷ്ടപ്പെട്ട ഒരാളായിരുന്നു ഞാൻ. എൻ്റെ ഉമ്മ അടുത്ത വീട്ടുകളിൽ ജോലിക്ക് പോയായിരുന്നു ഞങ്ങൾ വളർന്നിരുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ആ കഷ്ടപ്പാടുകളെല്ലാം മാറ്റിത്തന്ന അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അതോടൊപ്പം തന്നെ എന്നെ ഇത്രയും വലിയ ഒരു നിലയിലെത്തിച്ച നിങ്ങളാണ്. ആ നിങ്ങളോട് എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അഹദ് ഫസ്ഫ്രയും സംവിധാനം നിർവഹിച്ച് അബ്ബ മ്യൂസിക് വിപണിയിലെത്തിക്കുന്ന ഞങ്ങളുടെ എല്ലാം നേർക്കാഴ്ച നിങ്ങളുടെ എല്ലാം മൊഞ്ചുള്ള നേർക്കാഴ്ചയായി മാറട്ടെ എന്ന ആശംസയോടെ ബൈ.